ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ജീവന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വംശനാശം സംഭവിച്ചു. അന്ന് സമുദ്രത്തിലെ 95% ജീവജാലങ്ങളെയും കരയിലെ 75% ജീവജാലങ്ങളെയും ഭൂമുഖത്തിൽ നിന്നും തന്നെ തുടച്ചു മാറ്റിയ ഒരു മഹാവംശനാശം. എന്നാൽ ഈ വംശനാശം പുതിയ ജീവജാലങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായി. അങ്ങനെ 25 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഭൂമിയിൽ പുതിയൊരു കാലഘട്ടം ആരംഭിച്ചു, മെസോസോയിക് കാലഘട്ടം. ഈ കാലത്തിലാണ് ലോകത്തിലെ മുഴുവൻ ജീവിവർഗങ്ങളെയും ഭയപ്പെടുത്തിയിരുന്ന ഘോരമായ ഒരു വിഭാഗം ഉരഗജീവികൾ ഉണ്ടായിരുന്നത്. ആ വിഭാഗത്തിന് നമ്മൾ നൽകിയിരിക്കുന്ന പേരാണ് ഡൈനോസേഴ്സ്. ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിലുപരി ലോകത്തിനെ മുഴുവൻ ഭരിച്ചിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. മെസോസോയിക് മുഴുവനും ദിനോസറുകളുടെ കാലഘട്ടമായിരുന്നു. എങ്കിലും ദിനോസറുകൾക്ക് പുറമെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പല തരത്തിലുമുള്ള ജീവജാലങ്ങളും ഉണ്ടായിരുന്നു. ഉരഗജീവികൾ തന്നെയായിരുന്നു അതിൽ ഭൂരിഭാഗവും. കരയിലും കടലിലും ആകാശത്തിലും വരെ അന്ന് ഉരഗജീവികൾ തന്നെയായിരുന്നു രാജാക്കന്മാർ. ജീവിവർഗങ്ങൾ മാത്രമല്ല, വൈവിധ്യമാർന്ന വൃക്ഷലതാദികളും ഈ കാലത്തിൽ ധാരാളമുണ്ടായിരുന്നു. ഭൂമിയുടെ ആവാസ വ്യവസ്ഥകളിലും ഭൂഖണ്ഡങ്ങളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ച കാലമായിരുന്നു മെസോസോയിക് ഇറ. ഈ കാലത്തിന്റെ തുടക്കം മുതലുള്ള ഭൂമിയുടെ ചരിത്രം എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലമാണ് മെസോസോയിക് എറ. ഈ കാലത്തിനെ വീണ്ടും 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്: ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ്. ഈ കാലഘട്ടങ്ങൾക്കിടയിൽ ഭൂമിക്കും ഭൂമിയുടെ ആവാസ വ്യവസ്ഥകൾക്കും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം രൂപം കൊണ്ടതും അത് പിരിഞ്ഞ് ഭൂഖണ്ഡങ്ങൾ ഇന്നത്തെ രൂപത്തിലായി മാറാൻ തുടങ്ങിയതും മെസോസോയിക് കാലത്തിൽ തന്നെയാണ്. അങ്ങനെ ഭൂഖണ്ഡങ്ങളൊക്കെ ഒന്നുചേരുകയും പിന്നെ പിരിയുകയും ചെയ്തതുകൊണ്ടാണ് ജീവജാലങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ചതും കാലക്രമേണ ഓരോ ഭൂഖണ്ഡങ്ങളിലും എത്തിയ ജീവജാലങ്ങളും അവിടുത്തെ ആവാസ വ്യവസ്ഥകൾക്കനുസരിച്ച് വ്യത്യസ്തമായ ജീവികളായിട്ട് പരിണമിച്ചതും. ഡൈനോസറുകളെ പ്രതിപാദിക്കുന്ന സിനിമകൾ കാണുമ്പോൾ അതിൽ ലോകമെമ്പാടും മുഴുവൻ വനങ്ങൾ നിറഞ്ഞു കിടക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. എന്നാൽ അത് തെറ്റാണ്. ഈ കാലത്തിൽ ധ്രുവങ്ങളിൽ പോലും നിറയെ വനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം ട്രോപ്പിക്കൽ മേഖലകൾ, അതായത് ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളൊക്കെ മരുഭൂമികളും സവാന പ്രദേശങ്ങളുമായിട്ട് കിടക്കുകയായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്നാൽ ഏകദേശം 26 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 3.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ, അതായത് മെസോസോയിക് കാലം മുഴുവൻ ഭൂമിയിൽ ഗ്രീൻ ഹൗസ് കാലമായിരുന്നു. വളരെയധികം ചൂട് കൂടിയ കാലമാണ് ഗ്രീൻ ഹൗസ് കാലം. ഈ കാലത്തിൽ ഉടനീളവും ധ്രുവങ്ങളിൽ പോലും മഞ്ഞുപാളികൾ ഉണ്ടായിരിക്കില്ല. മെസോസോയിക്കിന്റെ ആദ്യത്തെ 5 കോടി വർഷങ്ങളെയാണ് ട്രയാസിക് കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് 25 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 20 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലയളവ്. ഈ കാലത്തിലാണ് ഭൂമിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ കോണ്ടിനെന്റായ പാൻജിയ നിലനിന്നത്. ഈ കാലത്തിൽ ഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരുന്നു. ഈ കാലത്തിന്റെ തുടക്കത്തിൽ, അതായത് 25 കോടി വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളിലൂടെ വലിയ തോതിലുള്ള ഹരിതവാതകങ്ങളും അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരുന്നു. അതിനാൽ തന്നെ ട്രയാസിക് കാലത്തിൽ അന്തരീക്ഷത്തിൽ വെറും 10 മുതൽ 15% വരെ മാത്രമായിരുന്നു ഓക്സിജൻ. കരയിൽ ഭൂരിഭാഗവും നിരന്ന പ്രദേശങ്ങളായിരുന്നു. മലനിരകൾ താരതമ്യേന അന്ന് വളരെ കുറവായിരുന്നു. ഫേൺസ് പോലെയുള്ള അധികം വലിപ്പമില്ലാത്ത ചെടികളാണ് അന്ന് കരയിൽ ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. എന്നാൽ കാലക്രമേണ ട്രയാസിക് പീരീഡിന്റെ അവസാന ഘട്ടമായപ്പോഴേക്കും ഫേൺ ചെടികൾ ഭൂരിഭാഗവും നശിച്ച് പകരം കൂടുതൽ വലിപ്പമുള്ള ചെടികളും വൃക്ഷങ്ങളും വ്യാപിക്കാൻ തുടങ്ങി. ട്രയാസിക് കാലത്തിലുണ്ടായിരുന്ന പല സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വർഗ്ഗങ്ങൾ ഇന്നും ധാരാളമുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രയാസിക് കാലത്തിന്റെ അത്ര വൈവിധ്യമാർന്നതല്ല എന്ന് മാത്രം. ട്രയാസിക് കാലത്തിന്റെ തുടക്കത്തിൽ സമുദ്രങ്ങൾ ഭൂരിഭാഗവും ജീവനൊന്നുമില്ലാതെ ശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. കാരണം സമുദ്രങ്ങളിലുള്ള 95% ജീവജാലങ്ങളും ഈ കാലത്തിന്റെ തുടക്കത്തിന് മുന്നേ സംഭവിച്ച പെർമിയൻ ട്രയാസിക് മാസ് എക്സ്റ്റിങ്ഷനിൽ നശിച്ചു പോയിരുന്നു. എങ്കിലും ബാക്കിയുണ്ടായിരുന്ന ജീവൻ വളരെ വേഗം പരിണമിക്കാൻ തുടങ്ങി.
കടൽ കരകളിൽ ജീവിച്ചിരുന്ന യൂനോറ്റോസൗറസ് എന്ന ഒരിനം ഉരഗജീവിയിൽ നിന്നുമാണ് ഏകദേശം 26 കോടി വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ആമകൾ പരിണമിച്ചതും ശേഷം 23 കോടി വർഷങ്ങൾക്ക് മുൻപ് കടലാമകൾ പരിണമിച്ചതും. ഇതിനു പുറമെ പലതരം സ്രാവ് വർഗ്ഗങ്ങളും മീൻ വർഗ്ഗങ്ങളും ചിപ്പികളും കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ആർത്രോപോഡ് വർഗ്ഗത്തിലെ ധാരാളം കടൽ ചിലന്തികളും അന്ന് സമുദ്രത്തിൽ ജീവിച്ചിരുന്നു. കരയിലുണ്ടായിരുന്ന മറ്റൊരു വിഭാഗം ഉരഗജീവികൾ പെർമിയൻ കാലത്തിന്റെ അവസാനത്തിൽ, അതായത് ഏകദേശം 26 കോടി വർഷങ്ങൾക്ക് മുൻപ് കടലിൽ ജീവിക്കുന്ന രീതിയിൽ പരിണമിക്കാൻ തുടങ്ങിയിരുന്നു. ശേഷം ഏകദേശം 24.5 കോടി വർഷങ്ങൾക്ക് മുൻപ് അവ പൂർണ്ണമായും കടലിൽ ജീവിക്കുന്ന തരത്തിലുള്ള ഉരഗജീവികളായി മാറി. ഇക്തിയോസൗർസ് എന്നാണ് ആ വർഗത്തിന് നൽകിയിരിക്കുന്ന പേര്. ഈ വർഗത്തിലുള്ള പലതരം ജീവികളും പിന്നീട് പരിണമിക്കുകയും കടലിൽ വ്യാപിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ, അതായത് ദിനോസറുകളുടെ അവസാനം വരെ, ഇക്തിയോസൗർസ് തന്നെയായിരുന്നു സമുദ്രങ്ങളിലെ രാജാക്കന്മാർ. ആദ്യമായിട്ടുണ്ടായ ഇക്തിയോസൗറുകളിൽ ഒന്നായിരുന്നു നോദോസൗറസ്. നീളം കൂടിയ കഴുത്തും സൂചി പോലെ കൂർത്ത് നീളം കൂടിയ ഭീകരമായ പല്ലുകളും കട്ടികൂടിയ പുറംതൊലിയുമൊക്കെയാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ഇതുപോലെ അന്ന് ജീവിച്ചിരുന്ന മറ്റൊരു ഘോരമായ ഇക്തിയോസൗറാണ് ഷാസ്താസൗറസ്. 21 മീറ്ററോളം നീളവും 70,000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്ന ഷാസ്താസൗറസ് ശരിക്കും ഒരു ഭീമാകാരമായ ജീവി തന്നെയായിരുന്നു. ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ ഷാസ്താസൗറസ് കടലിൽ ജീവിച്ചിരുന്നു. ട്രയാസിക് കാലഘട്ടത്തിൽ കരയിൽ ഭൂരിഭാഗവും ഉരഗജീവികളായിരുന്നു. അതിൽ കൂടുതലും ഇന്നത്തെ മുതലകളുടെ പൂർവികരായ ആർക്കോസൗർസ് ആയിരുന്നു. ട്രയാസിക് കാലത്തിലെ ജീവികളെല്ലാം ഡൈനോസറുകളേക്കാൾ കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ഇത്തരം ഘോരമായ മുതലകളെയാണ്. അതിനൊരുത്തമ ഉദാഹരണമാണ് കാർണോഫെക്സ് കരോളിനെസിസ്. കാഴ്ചയിൽ മുതലയാണോ ദിനോസറാണോ എന്ന് സംശയിച്ചു പോകും. എന്തെന്നാൽ ദിനോസറുകളെ പോലെ ഇവയ്ക്കും 2 കാലിൽ നടക്കാൻ കഴിയും. എങ്കിലും ഇവ താരതമ്യേന വളരെ ചെറിയ മൃഗങ്ങളായിരുന്നു. പരമാവധി 9 അടി വരെ മാത്രമേ നീളമുണ്ടായിരുന്നുള്ളൂ. അതായത് ഇന്നത്തെ മുതലകളേക്കാൾ ചെറുത്. ഇതുപോലെ മുതലവർഗത്തിൽപ്പെടുന്ന ഒത്തിരിയേറെ വൈവിധ്യമാർന്ന തരം ഉരഗജീവികൾ അന്നുണ്ടായിരുന്നു. ഈ ആർക്കോസൗറുകളിൽ നിന്നുമാണ് കാലക്രമേണ ദിനോസറുകളും ഇന്നത്തെ പക്ഷികളും പിന്നെ മറ്റ് പല ജീവികളും ഉണ്ടായത്. ട്രയാസിക് കാലത്തിന്റെ പകുതിയിൽ, അതായത് ഏകദേശം 23 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യത്തെ ദിനോസറുകൾ രൂപം കൊണ്ടത്. പക്ഷേ അന്നത്തെ ദിനോസറുകളെല്ലാം തന്നെ വളരെ ചെറുതായിരുന്നു. ആദ്യത്തെ ഡൈനോസേഴ്സിൽ ഒന്നായിരുന്നു ഇയോറാപ്റ്റർ. ഇതിനിന്നത്തെ വളർത്തുപൂച്ചയുടെ അത്ര വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ മറ്റൊരു ചെറിയ ഡൈനോസർ ആയിരുന്നു ഹെററാസൗറസ്. ഇതിനിന്നത്തെ ചെറിയൊരു ആടിന്റെ അത്ര വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രയാസിക് കാലത്തിന്റെ ആദ്യ പകുതി മുഴുവൻ കരഭാഗങ്ങളെല്ലാം വളരെ വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു. എന്നാൽ 23 കോടി വർഷങ്ങൾക്ക് മുൻപ് കാലാവസ്ഥ മാറുകയും മഴ പെയ്യുകയും ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ പെയ്യാൻ തുടങ്ങിയ മഴ പിന്നെ 20 ലക്ഷം വർഷങ്ങളോളം സമയം തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അന്നുണ്ടായിരുന്ന പല ഉരഗജീവികളും വംശനാശത്തിന്റെ വക്കിലെത്തിയിരുന്നു. ഈ മഴയെ കാർണിയൻ ഫ്ലൂവിയൻ ഇവന്റ് എന്നാണ് പറയുന്നത്. ഇതിനുശേഷമാണ് ട്രയാസിക് കാലത്തിന്റെ അവസാനം മുതൽ, അതായത് ഏകദേശം 21 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ദിനോസറുകൾ കൂടുതൽ വ്യാപിക്കാനും പതിയെ പതിയെ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാനും തുടങ്ങിയത്. ട്രയാസിക് കാലത്തിന്റെ അവസാനത്തിലാണ് ആദ്യമായി ഇന്നത്തെ സസ്തനികളുടെ പൂർവികരായ സൈനോഡോൺസ് രൂപം കൊള്ളാൻ തുടങ്ങിയത്. അതായത് ഏകദേശം 21 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ. ഇത്തരം സൈനോഡോൺസിൽ നിന്നുമാണ് പിന്നീട് പൂർണ്ണമായ സസ്തനികൾ രൂപം കൊള്ളാൻ തുടങ്ങിയത്. ആദ്യത്തെ സൈനോഡോൺസിൽ ഒന്നായിരുന്നു ഒലിഗോഗൈഫസ്. ഇവ 1/2 മീറ്ററോളം മാത്രം വലിപ്പമുള്ള കുഞ്ഞു ജീവികളായിരുന്നു. ഇന്നത്തെ സസ്തനികളുമായി വളരെയേറെ സാമ്യതയുള്ളവയായിരുന്നു ഒലിഗോകൈഫസ്. സസ്യജാലങ്ങളെ മാത്രം ഭക്ഷിച്ചിരുന്ന ഈ ജീവിയുടെ ശരീരം നിറയെ രോമം നിറഞ്ഞതായിരുന്നു. ഇന്നത്തെ യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ചൈന എന്നിങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം സൈനോഡോൺസ് വ്യാപിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ട്രയാസിക് കാലത്തിന്റെ അവസാനത്തിൽ തന്നെ, അതായത് ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുൻപ് സൈനോഡോൺസിൽ പെടുന്ന ഭൂരിഭാഗം ജീവികൾക്കും വംശനാശം സംഭവിച്ചു. ആഹാരത്തിന്റെ ലഭ്യതക്കുറവാണ് ഇവയെ വംശനാശത്തിൽ എത്തിച്ചത്. എന്നാൽ ഇവയുടെ പതനം പിന്നീട് സസ്തനികളുടെ ഉയർച്ചയ്ക്ക് കാരണമായി.
മെസോസോയിക് കാലത്തിലുടനീളം ആകാശത്തിലെ വില്ലന്മാർ ടെറോസോറസ് ആയിരുന്നു. ഫ്ലൈയിങ് ഡൈനോസേഴ്സ് എന്നാണ് ഇവ പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവ ഡൈനോസേഴ്സ് അല്ല. ദിനോസറുകൾക്കും ടെറോസോറുകൾക്കും ഒരേ പൂർവികനാണെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇവ പറക്കുന്ന ഉരക ജീവികളാണ്. ട്രയാസിക് കാലത്തിൽ ഉണ്ടായിരുന്ന ടെറോസോറുകളെല്ലാം തന്നെ തീരെ ചെറുതായിരുന്നു. ആദ്യമായിട്ടുണ്ടായ ടെറോസോറുകളിൽ ഒന്നായിരുന്നു ഡൈമോർഫോഡോൺ. ഇതിന് വെറും 2 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രയാസിക് കാലത്തിന്റെ തുടക്കത്തിൽ അന്തരീക്ഷത്തിന്റെ ഓക്സിജന്റെ അളവ് തീരെ കുറവായിരുന്നു. ഏകദേശം 10 മുതൽ 15% ഓക്സിജൻ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ട്രയാസിക് കാലത്തിന്റെ അവസാനമായപ്പോഴേക്കും അന്തരീക്ഷത്തിന്റെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുകയും ഏകദേശം 20% ആവുകയും ചെയ്തു. അതേസമയം കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഈ ഒരു മാറ്റം സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ വർധനവ് അന്നത്തെ ദിനോസറുകൾക്ക് ഒരു അനുഗ്രഹമായി മാറി. അതുവരേക്കും മുതലകളുടെ പൂർവികരായ ആർക്കോസൗർസ് ആയിരുന്നു കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇര പിടിക്കുന്ന ജീവികൾ. ഈ ആർക്കോസൗറുകളെക്കാൾ വളരെ ചെറുതായിരുന്നു അന്നത്തെ ദിനോസറുകൾ. എന്നാൽ ഓക്സിജന്റെ വർധനവ് കാരണം ട്രയാസിക് കാലത്തിന്റെ അവസാനം മുതൽ ദിനോസറുകൾ കൂടുതൽ വലിപ്പം വയ്ക്കാനും അവ ആർക്കോസൗറുകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും തുടങ്ങി. അങ്ങനെ ജീവജാലങ്ങളെല്ലാം ലോകമെമ്പാടും വ്യാപിക്കാനും പെരുകാനും തുടങ്ങിയപ്പോഴാണ് ഭൂമിയിൽ 4ാമത്തെ മഹാവംശനാശം സംഭവിച്ചത്. ട്രയാസിക് കാലം അവസാനിച്ചപ്പോൾ, അതായത് ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ 4ാമത്തെ മഹാവംശനാശമുണ്ടായി. ദി ട്രയാസിക് മാസ് എക്സ്റ്റിങ്ഷൻ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. ഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് സംഭവിച്ച മഹാവംശനാശം ഇതായിരുന്നു. ബാക്കിയുള്ള വംശനാശങ്ങളൊക്കെ പല ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വർഷങ്ങളുടെ സമയം കൊണ്ടാണ് സംഭവിച്ചത്. എന്നാൽ ട്രയാസിക് മാസ് എക്സ്റ്റിങ്ഷൻ വെറും 10,000 വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. പല തരത്തിലുമുള്ള ഉരക ജീവികൾ, സസ്തനികൾ, ഉഭയജീവികൾ, സമുദ്രജീവികൾ എന്നിങ്ങനെ അന്ന് ഭൂമിയിലുണ്ടായിരുന്ന 75% ജീവികൾക്കും വംശനാശം സംഭവിച്ചു. ജീവികൾ മാത്രമല്ല, സസ്യജാലങ്ങളും ബാധിക്കപ്പെട്ടിരുന്നു. ഈ മഹാവംശനാശത്തിന്റെ കൃത്യമായ കാരണം എന്താണെന്ന് ശാസ്ത്രജ്ഞർക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഒരുപക്ഷെ കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങളും ആഗോള താപനവുമായിരിക്കും ഇതിന്റെ പ്രധാന കാരണങ്ങളെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഈ മഹാവംശനാശത്തിനോട് കൂടി ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുൻപ് ട്രയാസിക് കാലം അവസാനിച്ചു. ട്രയാസിക്കിനു ശേഷം അടുത്തു വന്നത് ജുറാസിക് കാലമായിരുന്നു. ആദ്യമായി ഭീമാകാരമായ ദിനോസറുകൾ രൂപം കൊള്ളാൻ തുടങ്ങിയത് ഈ കാലത്തിലാണ്. വലിയൊരു മഹാവംശനാശം സംഭവിച്ചുവെങ്കിലും ജീവജാലങ്ങളെല്ലാം അത് വളരെ പെട്ടെന്ന് തന്നെ മറികടക്കുകയും കൂടുതൽ സങ്കീർണമായിട്ട് പരിണമിക്കുകയും ചെയ്യാൻ തുടങ്ങി. ട്രയാസിക് കാലത്തിനേക്കാൾ ശരിക്കും വ്യത്യസ്തമായ കാലം തന്നെയായിരുന്നു ജുറാസിക് കാലത്തിലെ ഭൂമി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.